റോള് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അർജുനൻ എന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ധർമ്മൻ മരിച്ചുപോയി, രണ്ടാമത് ഇന്ദ്രൻസ്, മൂന്നാമത് കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേര് അർജുനൻ എന്നാവുന്നത്. പക്ഷെ അർജുനൻ എന്നെക്കാളും സുന്ദരനായ ഒരു ചെറുപ്പം അഞ്ച് പേർക്കും ഇതിലെ ധർമ്മന് ഇമ്പോർട്ടൻസ് ധർമ്മൻ്റെ പത്നിക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 പേർക്കും ഏകദേശം തുല്യ പ്രാധാന്യമാണ്. എനിക്ക് കളിക്ക് അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി പറയാമെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഈ പഞ്ചപാണ്ഡവത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന പല കാരണങ്ങളാൽ ചർച്ച ചെയ്യുന്നത് ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ. നകുലനും സഹദേവനും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതെ. അപ്പൊ അതുകൊണ്ട് കൂടെ ഒരു വേറെ അമ്മമാരും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പൊ രാമായണത്തിലാണെങ്കിൽ ശ്രീരാമൻ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ലക്ഷ്മണൻ ചർച്ച ചെയ്യപ്പെടുന്നു, ഭരതൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ശത്രുഘ്നൻ അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്ന പോലെ നകുലനും സഹദേവനും അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥ മഹാഭാരതത്തിൽ. ഇവിടെ അങ്ങനെയല്ല. അതിന്റെ പേരിൽ ഞങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടില്ല. ഞങ്ങൾക്ക് തുല്യ പ്രാധാന്യം തന്നിട്ടുണ്ട്.